ഹായ് എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജെനസിസ് ചാപ്റ്റർ 7 ആണ്. അവിടെ നോഹയെ ദൈവം അവിടെ പരിപാലിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നോഹ പെട്ടകം പണിതു, ദൈവം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നോഹ ചെയ്തു. അതിൽ ദൈവം എങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ ചെയ്തു. നോഹയുടെ ബുദ്ധിയിൽ ഒരു കാര്യവും അവിടെ ചെയ്യാനായിട്ടിടയില്ല. പക്ഷെ ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ ദൈവം പറഞ്ഞ പോലെ അതുപോലെ തന്നെ നോഹ അവിടെ ചെയ്തു. അവിടെ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴും പെട്ടകം മുമ്പ് കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അപ്പം ആ ഒരു വിശ്വാസത്തിലായിരുന്നു താൻ ആ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കാനിടയിൽ തന്നെ. അതുപോലെ ദൈവം മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ മഴയെപ്പറ്റി അവർക്ക് കേട്ടിട്ട് പോലും ഇല്ല, അതെന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ എന്നിട്ടും ആ വിശ്വാസത്താൽ നോഹ ഇത് ചെയ്തു. അപ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ അത് വിശ്വസിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവം പറയുന്നത് അനുസരിക്കുക മാത്രമല്ല, പിയർ പ്രഷർ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നോഹ രാവിലെ ഇരുന്ന് അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇരുന്ന് പകൽ സമയത്തൊക്കെ പെട്ടകം ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവരും ചോദിക്കും, നീ എന്ത് ചെയ്യുന്നത്, നീ എന്ത് ഉണ്ടാക്കുന്നിരിക്കുമ്പോൾ നോഹ പറയും, ദൈവം പറഞ്ഞു ഞങ്ങളുടെ വലിയ പ്രളയം വരുത്താൻ പോവാം, 40 ദിവസം 40 രാവിലെയായിട്ട് മഴ പെയ്ത് വെള്ളം എല്ലാം ഇങ്ങനെ വരുത്താൻ പോവാ. അപ്പം രക്ഷപ്പെടുവാനായിട്ട് ദൈവം കൽപ്പിച്ചതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ വേണേൽ കയറാം എന്നൊക്കെ നോഹ പറഞ്ഞാണ്. അപ്പം നോഹ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഈ മനുഷ്യൻ എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്, ഈ മഴയെന്നുള്ള സംഭവം ആകാശം നോക്കിയിട്ട് എങ്ങനെ മഴ വരാനായിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പരിഹാസത്തോടെയൊക്കെ നോഹയോട് അവിടെയുള്ള ജനങ്ങൾ, ആ സമയത്തുള്ള ജനങ്ങൾ പെരുമാറിയിരിക്കും. പക്ഷേ നോഹ എന്നാലും സാരമില്ല, ദൈവം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു തീരുമാനം നോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോഹയ്ക്ക് ആ വലിയ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോഹ കയറി, മൃഗങ്ങൾ കയറി, അപ്പോൾ തന്നെ ദൈവമാണ് ആ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് എന്ന് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഭാവിയിൽ ഒരിക്കൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ആ ഒരു സമയം വരും. അപ്പം അതിന് മുൻപ് വരെ ദൈവത്തെ അറിയേണ്ടവർക്ക് ദൈവത്തെ അറിയുവാനായിട്ടുള്ള ആ ഒരു ചാൻസ് ദൈവം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ബോട്ടിൻ്റെ ഒരു കിളിവാതിൽ ഇപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സമയം എത്തിക്കഴിയുമ്പോൾ ആ ഡോർ അടയും. ആ ഡോർ അടഞ്ഞു കഴിയുമ്പോൾ പിന്നെ വേറെ ആർക്കും പ്രവേശിക്കുവാനായിട്ട്, ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ടൊരു അവസരം പിന്നീട് കാണില്ല. അപ്പോൾ ആ നോഹയുടെ സമയത്ത് തന്നെ ആ വെള്ളമെല്ലാം പൊങ്ങി, നോഹയുടെ ബോട്ട് പൊങ്ങുന്ന സമയത്ത് ആൾക്കാരൊക്കെ വെള്ളത്തിൽ നിന്ന് കൈയിട്ട് അടിക്കാതിരിക്കും, നോഹയെ ഡോർ തുറക്കാവോ, ഞങ്ങൾക്കൊന്ന് കയറാനായിട്ടാണ്, ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ ആ സമയത്തെ മനുഷ്യരൊക്കെ നോഹ ബോട്ടിൽ പൊങ്ങിക്കിടന്നപ്പോൾ അവരൊക്കെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്ന സമയത്ത് അവരൊക്കെ നിലവിളിച്ചായിരിക്കും. പക്ഷേ ദൈവം ആ ഡോർ അടച്ചതായിരുന്നു. ദൈവം അതിനുള്ള ചാൻസ് ഓൾറെഡി നോഹയ്ക്ക് കൊടുത്തായിരുന്നു. പക്ഷെ മറ്റാരും അത് സ്വീകരിക്കുവാനായിട്ട്, ദൈവത്തെ നോക്കുവാനുള്ള ദൈവത്തെ സ്വീകരിക്കാൻ ആർക്കും മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു പരിണിത ഫലം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ സമയത്തും ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ആ ഒരു ഡോർ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ അത് തുറന്നിരിക്കുകയാണ്, നമുക്ക് സേഫ്റ്റിയിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഡോർ അടയുന്ന ഒരു സമയം വരും. അപ്പോൾ അനേകർക്ക് അല്ലെങ്കിൽ വിശ്വസിക്കാത്തവർക്കൊക്കെയും ന്യായവിധിയിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള നമ്മൾ നാളുകളിലും നമ്മൾ ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഇപ്പോഴാ ഡോർ തുറന്നിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും ആ ഡോർ അടയുവാനായിട്ട് ഇടയായിത്തീരും.
അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.